ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം ഒന്ന് കാണാം. ദൈവം പറയുകയാണ്, നമുക്ക് മനുഷ്യനെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. മനോഹരമായ ഒരു ദൈവം തന്നെ തന്നോട് തന്നെ നടത്തുന്ന ഒരു ഡയലോഗാണ്. മനുഷ്യനെ നമുക്ക് നമ്മുടെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് ഓരോ മനുഷ്യനും. അപ്പം നമുക്ക് തോന്നും ഇതിങ്ങനെ പല വിധത്തിലുള്ള മനുഷ്യരെ, പല കളറിൽ, പല ഷേപ്പിൽ, പല സ്വഭാവത്തിലുള്ള മനുഷ്യനെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം വരിക? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വായിച്ചൊക്കെ നോക്കിയതിൻ്റെ വെളിച്ചത്തിൽ പറയാറുണ്ട്, ഫോം ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവകൃപയാണ്. അതുപോലെ ഛായ എന്ന് പറയുന്നത് എന്താണ്? ഫോം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്. സ്നേഹിക്കാനുള്ള നമ്മുടെ തിരിച്ചറിവ്, കഴിവാണ് വാസ്തവത്തിൽ നമ്മുടെ ഫോം. മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിലെ മാറ്റി നിർത്തുന്നതിൻ്റെ അടിസ്ഥാനം ഈ ഫോം ആൻഡ് ലൈക്ക്നെസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആനിമൽ കിങ്ഡം, മൃഗലോകത്തിൻ്റെ പക്ഷേ ഉയർന്ന ഒരു ഭാഗമായിട്ട് മറ്റുള്ള മൃഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഓരോ ജീവിയായിട്ട് മാറേണ്ടതേ ഉള്ളൂ. അപ്പം ദൈവം നമുക്ക് പ്രത്യേകമായ ഒരു പരിഗണന തന്നുകൊണ്ട്, അവൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, അവിടുത്തെ സ്നേഹം നമ്മിലേക്ക് വർഷിച്ചതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഒക്കെ വന്നിരിക്കുക. എന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. ദൈവം തൻ്റെ സൃഷ്ടിക്ക് ശേഷം എല്ലാ സൃഷ്ടജാലങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം നന്നായിരിക്കുന്നു, നിങ്ങളൊക്കെ ഓരോ സൃഷ്ടിയും കഴിഞ്ഞ് ദൈവം പറയും വളരെ നന്നായിരിക്കുന്നു. അവിടുന്ന് സന്തുഷ്ടനാണ്, അനുഗ്രഹിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. പിന്നെ അതെല്ലാം നഷ്ടപ്പെടുത്തിയത് മനുഷ്യരാണ്, അല്ലേ? നമ്മൾ ഏദൻ തോട്ടത്തിലെ കഥയോടുകൂടി ഈ നഷ്ടസ്വർഗത്തിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തി വരികയാണ്.